നാഗപഞ്ചമിയാണ് ഇന്ന്. നാഗപഞ്ചമി ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലുള്ള കഥയൊന്ന് കേട്ടാലോ? പഞ്ചപാണ്ഡവരിൽ അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത് മഹാരാജാവ്. അദ്ദേഹം അഷ്ടനാഗങ്ങളിലൊന്നായ തക്ഷകൻ്റെ കടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. തൻ്റെ പിതാവിൻ്റെ മരണത്തിന് പ്രതികാരമായി പരീക്ഷിത് മഹാരാജാവിൻ്റെ മകനായ ജനമേജയൻ ലോകത്തിലുള്ള എല്ലാ നാഗങ്ങളെയും കൊല്ലുന്നതിനായി ഒരു യജ്ഞം തന്നെ നടത്തുവാൻ തീരുമാനിച്ചു. നിരവധി മഹാന്മാരായ ഋഷിമാരെയും പണ്ഡിതന്മാരെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു. യാഗം ആരംഭിച്ചു. ബ്രാഹ്മണരും സന്യാസിമാരും ശക്തമായ മന്ത്രങ്ങളെല്ലാം ജപിക്കുവാൻ തുടങ്ങി. ഇത് നാഗങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാനും യജ്ഞശാലയിലെ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഹോമകുണ്ഡത്തിലേക്ക് വീണ് വെന്തു മരിക്കാനും അവരെ നിർബന്ധിതരാക്കി. അങ്ങനെ ഈ അഗ്നിയജ്ഞത്തിൽ മിക്കവാറും എല്ലാ സർപ്പങ്ങളും തന്നെ വെന്തുരുകിയപ്പോൾ ജനമേജയൻ്റെ പിതാവായ പരീക്ഷിത് മഹാരാജാവിനെ കൊന്ന തക്ഷകൻ മാത്രം ഇന്ദ്രദേവൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു. ഇത് മനസ്സിലാക്കിയ ഋഷിമാരും പണ്ഡിതന്മാരും തക്ഷകനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വളരെ തീവ്രതയോടുകൂടി മന്ത്രജപങ്ങൾ ആരംഭിച്ചു. ഋഷിമാർ ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രങ്ങളുടെ തീവ്രത സഹിക്കാനാകാതെ തക്ഷകൻ സ്വയം രക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രദേവൻ കിടന്നിരുന്ന കിടക്കയുടെ 4 കാലുകളിലും ചുരുണ്ടുകൂടി തക്ഷകൻ തൻ കിടക്ക ചുറ്റിയതുകൊണ്ട് ഇന്ദ്രദേവനും ആ യജ്ഞശാലയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഇത് കണ്ട് ദേവന്മാർ എല്ലാവരും വിഷമിച്ച് യജ്ഞം നിർത്തലാക്കാൻ സഹായിക്കണമെന്ന് ആവശ്യവുമായി മാനസദേവിയുടെ അടുത്തേക്കോടി. അവരുടെ അപേക്ഷ കേട്ട് ദേവി തൻ്റെ മകനായ ആസ്തികനെ യജ്ഞം നിർത്തലാക്കാനായിട്ട് പറഞ്ഞയച്ചു. ആസ്തികൻ യജ്ഞം നടക്കുന്ന സ്ഥലത്തെത്തി ജനമേജയൻ്റെ അടുത്ത് ചെന്ന് യജ്ഞം നിർത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ ജനമേജയൻ അത് സമ്മതിച്ചില്ല. അപ്പോൾ ആസ്തികൻ ജനമേജയന് ദിവ്യമായ ശാസ്ത്രജ്ഞാനം പകർന്നു നൽകി. എന്നിട്ട് യജ്ഞം നിർത്താനുള്ള കാരണങ്ങളെല്ലാം ഉപദേശിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെ ജനമേജയൻ ആ യജ്ഞത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രദേവനും തക്ഷക സർപ്പവും ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ നിരവധി നാഗങ്ങളുടെ ജീവനാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഈ ദിവസം നാഗപഞ്ചമിയായി ആഘോഷമായി നിലവിൽ വന്നു. എന്നാൽ ഈ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായി ഒരുപാട് നാഗങ്ങൾക്ക് പൊള്ളലേറ്റു. ഒരുപാട് നാഗങ്ങൾ നീറി ജീവൻ പോകാതെ വേദന തിന്നിരിക്കുകയായിരുന്നു. നാഗങ്ങളുടെ ഈ ദുരനുഭവം കണ്ട്, അവരുടെ ഈ കരച്ചിൽ കണ്ട് ആദിശേഷൻ എന്ന നാഗത്തിന് വളരെയധികം ദുഃഖമായി. ആദിശേഷൻ തൻ്റെ ദുഃഖമെല്ലാം നാഥനായ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി അറിയിച്ചു. അപ്പോൾ മഹാവിഷ്ണു എന്താണ് ചെയ്തത്? മഹാവിഷ്ണു ഈ പരിക്ക് പറ്റിയ നാഗങ്ങളെയെല്ലാം ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവർക്ക് ചികിത്സ നൽകി. അദ്ദേഹം മഞ്ഞൾപ്പൊടിയിൽ കരിക്കിൻ വെള്ളം കലക്കി അടയ്ക്കാപ്പൂക്കൾ കൊണ്ട് തളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ കൈകൾ കൊണ്ട് ചികിത്സ കിട്ടിയ ആ നാഗങ്ങൾക്കെല്ലാവർക്കും അവരുടെ പൊള്ളലുകളെല്ലാം അപ്പോൾ തന്നെ മാറിക്കിട്ടി. വേദനകളെല്ലാം മാറി അവർ സന്തോഷരായി. നമ്മൾ കേരളത്തിൽ വിശ്വസിക്കുന്നത് ഭഗവാൻ ഈ ചികിത്സ ചെയ്തത് ആയില്യം നക്ഷത്രത്തിലാണെന്നാണ്. അതുകൊണ്ടാണ് എല്ലാ മാസവും ആയില്യം നക്ഷത്രത്തിൽ നമ്മൾ നാഗദൈവങ്ങൾക്ക് 100 പാലും നൽകുന്നത്. എന്നാൽ കേരളത്തിന് പുറത്ത് ഇത് നാഗപഞ്ചമി ദിവസമാണ് കണക്കാക്കുന്നത്. നാഗപഞ്ചമി പോലെ തന്നെ ഗരുഡ പഞ്ചമിയും ഇതേ ദിവസം തന്നെയാണ് ആചരിക്കുന്നത്.